മുസ്ലിം രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇറാൻ ചില നിർദ്ദേശങ്ങൾ മുസ്ലിം രാജ്യങ്ങൾക്ക് നേരിട്ട് കൊണ്ട് നൽകിയത്. അത് ഏറെക്കുറെ പബ്ലിക് ആവാത്ത രീതിയിൽ അത് ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് വലിയ പ്രാധാന്യത്തോടു കൂടി പുറത്തു വരികയും ചർച്ചയാവുകയും ചെയ്തു. അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഏറെക്കുറെ മൗനമാണ് പാലിച്ചതെങ്കിലും ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി സാധിച്ചു. ഇറാനാണ് നിർദ്ദേശം നൽകിയത് എന്നതിനാൽ അത്ര നിസ്സാരമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. അത് ഗൗരവത്തിൽ തന്നെയാണ് എടുത്തത്. കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിണത ഫലം ഒരു പക്ഷേ പിറകിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. എന്തൊക്കെയാണ് ഇറാൻ മുസ്ലിം രാജ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? ഈ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ. സൈനികപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് മുസ്ലിം രാജ്യങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രദേശവും അല്ലെങ്കിൽ എയർപോർട്ട് അല്ലെങ്കിൽ സൈനിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം, ഈ പ്രദേശത്ത് അതാത് രാജ്യത്തിലെ സൈനിക വിഭാഗം നിരീക്ഷണം നടത്തണം എന്നുള്ളതാണ്. കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ അവർ പറയുന്നു, നിങ്ങൾ അമേരിക്കക്ക് സൈനിക താവളത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന പ്രദേശത്ത് വരുന്ന വിമാനങ്ങളും അവിടെ നിന്ന് പോകുന്ന വിമാനങ്ങളും അതിൽ എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് വരുന്നത് എന്നുള്ളതും എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് പോകുന്നത് എന്നുള്ളതും എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് അറബ് രാജ്യങ്ങളെ ഭരണാധികാരികൾ ശേഖരിക്കണം. എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണം അതിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം, അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളുമായിട്ട് വരുന്ന വിമാനം അറബ് രാജ്യങ്ങളിൽ ഇറങ്ങിയിട്ട് പിന്നീട് ഇസ്രായേലിലേക്ക് അത് മാറ്റി ലോഡ് ചെയ്തുകൊണ്ട് ഇറക്കുന്ന രീതിയിലുള്ളൊരു വിവരം ഇറാന് ലഭിച്ചിരിക്കുന്നു. അതിപ്പം നല്ല കുറേ മുമ്പേ ഉണ്ട്. പക്ഷേ ഇത്രയും കാലം വല്ലാതൊന്നും ഇറാൻ അതിൽ ഇടപെട്ട് സംസാരിച്ചിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയും UAE അടക്കമുള്ള രാജ്യങ്ങളും ഇറാനും തമ്മിൽ നല്ലൊരു ബന്ധമല്ലായിരുന്നു, അകന്നു നിന്നായിരുന്നു. അത് പതിറ്റാണ്ടുകളോളം അവർ അകൽച്ചയുണ്ടായിരുന്നു. അകൽച്ചയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഏറ്റുമുട്ടലുകളും അങ്ങനെയൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ സൗഹൃദ രാജ്യമാണ്, ബന്ധമുള്ള രാജ്യമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമുണ്ട്, പോക്ക് വരവുണ്ട് എന്നതിനാൽ ഈ കാര്യം കൃത്യമായ രീതിയിൽ പറയാൻ ഇപ്പോൾ ഇറാന് സാധിക്കും. ഇറാൻ യുദ്ധമുഖത്തുള്ള ഒരു രാജ്യമാണ് അമേരിക്കയെ പോലെ തന്നെ എന്നുള്ള ഒരു രീതിയൊക്കെ ഇതിൻ്റെ ഇടയിൽ അൽ ജസീറയുടെ പരാമർശത്തിലുണ്ടായിരുന്നു. അമേരിക്കയാണ് ലോകത്ത് യുദ്ധം ചെയ്യുന്നത്, അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു സൈനിക ബലമുള്ള ശക്തിയാണ് ഇറാൻ. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ഇറാന് പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്ന വിഷയം, നിങ്ങളുടെ ആ രാജ്യത്തേക്ക് വരുന്ന വിമാനത്തിൽ എന്തൊക്കെ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ ഭൂപ്രദേശത്താണ് അത് ഇറങ്ങുന്നത്, അവിടെ നിന്നാണ് അത് ഉയരുന്നത്. അതേക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും അത് റിപ്പോർട്ടാക്കിയിട്ട് ശേഖരിക്കുകയും വേണം. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ പറയുന്നത്, ഭക്ഷ്യ വസ്ത്ര ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിലേക്ക് കടത്തുന്ന വിവരം അറിയാൻ വേണ്ടി സാധിച്ചു. രാജ്യത്തിൻ്റെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. അതിൽ മുസ്ലിം രാജ്യങ്ങൾ ഉണ്ട്. അത് 100% നിർത്തിവെച്ച് എന്ന് ബോധ്യപ്പെടുകയും അത് റിപ്പോർട്ടാക്കിയിട്ട് പുറത്തുവിടുകയുമാണ്. പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ ഇറാന് നൽകണം, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഈ മുസ്ലിം രാജ്യങ്ങൾക്ക് നൽകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഒന്നുകൂടി പറയുന്നുണ്ട്, നമ്മുടെ രാഷ്ട്രങ്ങളിലെ ചില വ്യവസായികളും സമ്പന്നരും വൻതോതിൽ സാമ്പത്തിക നിക്ഷേപം ഇസ്രായേലിൻ്റെ ബാങ്കിൽ നടത്തിയിട്ടുണ്ട്. അത് 2-3 ബാങ്കിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. നാഷണൽ ഇസ്രായേലി ബാങ്ക്, ഫെഡറൽ ഇസ്രായേലി ബാങ്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് 2-3 ബാങ്ക് പറയുന്നുണ്ട്. വൻതോതിലുള്ള നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പിൻവലിക്കണം. നമ്മുടെ നിക്ഷേപം ഇസ്രായേലി ബാങ്കിൽ ഇടാൻ പാടില്ല എന്ന് മാത്രമല്ല, നിക്ഷേപം പിൻവലിക്കുന്നതോടുകൂടി വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാവും എന്ന് ഇറാൻ പറയുമ്പോൾ അത്രക്ക് ഭീമമായിരിക്കുന്ന സംഖ്യയാണ് നിക്ഷേപിക്കപ്പെട്ടത് എന്ന് കൃത്യമായി പറയാൻ പറ്റും. അതിന് വ്യവസായികളെയും സമ്പന്നരും മാത്രമല്ല, ഭരണകേന്ദ്രത്തിലിരിക്കുന്ന ആളുകളുടെ മന്ത്രിമാരൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അവരുടെ പണം പോലും ഉണ്ട് എന്ന് അതിൽ കൃത്യമാണ്. അടുത്തത് പറയുന്നത്, ലോക ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട പണം, അത് മൊത്തം അറബ് രാജ്യങ്ങളോട് മുസ്ലിം രാജ്യങ്ങളോട് എല്ലാം പറയുന്നുണ്ട്. ലോക ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട പണം ഘട്ടമായിട്ട് പിൻവലിക്കണം. അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം ഇറാഖ് അമേരിക്കൻ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാഖുമായിട്ടുള്ള യുദ്ധം ബസറ വീണതോടുകൂടി ബാഗ്ദാദിലേക്ക് യുദ്ധം എത്താത്ത രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് പല ഘട്ടങ്ങളിലായിട്ട് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഈ ന്യൂയോർക്ക് സന്ദർശിച്ച് അല്ലെ അമേരിക്ക സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ കൃത്യം. എന്നിട്ട് പോലും അതായത് മെസോപ്പൊട്ടോമിയൻ സാംസ്കാരിക നിലയത്തിൻ്റെ ഭൂമികയാണ് ബാഗ്ദാദ് എന്ന് പറയുന്നത്. അവിടെയാണ് അറേബ്യൻ സംസ്കാരം ഉണ്ടായത്, മുസ്ലിം സംസ്കാരം ഉണ്ടായത്, മാനവിക സംസ്കാരം ഉണ്ടായത്. ആ സംസ്കാരത്തിന് നേരെ നിങ്ങൾ വെടിവെക്കുന്നത് ഞങ്ങളുടെ നെഞ്ചിന് വെടിവെക്കുന്നതിന് തുല്യമാണ്. സാമ്പത്തികപരമായ നഷ്ടങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നികത്തിത്തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ബാഗ്ദാദ് ആക്രമിക്കുന്നതും രാജ്യം കീഴടക്കുന്നതും പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ജോർജ് ബുഷ് അതിന് തയ്യാറായിട്ടില്ല. കുറഞ്ഞൊരു ഇടവേള ഉണ്ടായിരുന്നു. ബസറയിൽ നിന്ന് ബസറ യുദ്ധം കഴിഞ്ഞു, ബസറ വീണതിന് ശേഷം ബാഗ്ദാദിലേക്ക് എത്തുന്നതിനിടയിൽ ഒരു 15-20 ദിവസത്തൊക്കെ ഒരു ഗ്യാപ്പ് വന്നിരുന്നു. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ ജോർജ് ബുഷ് അതിന് തയ്യാറായിട്ടില്ല. അതോടുകൂടി അതിനുശേഷം ഈ യുദ്ധാനന്തരത്തിന് ശേഷം ഈ വ്യവസായികളും സമ്പന്നരും ഭരണ സാന്നിധ്യമുള്ള ആൾക്കാരൊക്കെ കുറേശ്ശെയായിട്ട് ലോക ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ലോക ബാങ്ക് അത് തടഞ്ഞു. അതിൽ അമേരിക്ക ഇടപെട്ടു. അത് വലിയ വിഷയങ്ങളായി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ബാങ്കിനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം അവിടെ പ്രസക്തമായി വന്നു. കുറേ പ്രശ്നം അതിൻ്റെ പുറകെയായിട്ടുണ്ടായിട്ടുണ്ട്. ഒരു പരിധി വരെയൊക്കെ പണം പിൻവലിച്ചു, പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്നുപോയി. പിന്നീട് അമേരിക്കയും മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ വലിയ സൗഹൃദ ബന്ധമായതോടുകൂടി അത് പിന്നെ ഇല്ലാതെ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ പറയുന്ന കാര്യം, ലോക ബാങ്കിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പണം പിൻവലിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പണം ഡെപ്പോസിറ്റ് ചെയ്തത് വലിയ സംഖ്യ ഉള്ളത് അറേബ്യൻ രാജ്യങ്ങളുടേതാണ്. രാജ്യങ്ങളുടേത് വ്യവസായികൾ, സമ്പന്നർ, ഭരണാധികാരികൾ, രാജ്യത്തിലെ ഭരണത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ പണം പോലും വ്യക്തിപരമായ രീതിയിലും രാഷ്ട്രത്തിൻ്റെ പേരിലും ലോക ബാങ്കിലുണ്ട്. ഇത് രണ്ടും ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുന്ന സമയത്ത് അമേരിക്കയുടെ സൈനിക ബലവും ശക്തിയും ചോർന്നു പോവുകയും അവർക്ക് ഇസ്രായേലിനെ സഹായിക്കാനുള്ള താല്പര്യങ്ങൾ കുറയുകയും ചെയ്യും. ആ പ്രവൃത്തി ചെയ്യേണ്ട, അതായത് നിയന്ത്രണങ്ങൾ ഉള്ളത് മുഴുവൻ നമ്മുടെ കയ്യിലാണ്, നമ്മളത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കൂ. നിങ്ങൾ നോക്കൂ, ഇസ്രായേലും പലസ്തീനുമായുള്ള യുദ്ധത്തിൽ ഞങ്ങൾ നേരിട്ടല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. എവിടെയാണ് ഇസ്രായേൽ ജയിച്ചത്? എവിടെയാണ് അമേരിക്ക ജയിച്ചത്? ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ലാസ്റ്റ് യമനുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്ക തന്നെയാണ്. അങ്ങനെ പോകുന്ന അതിൻ്റെ വിഷയങ്ങളൊക്കെ. അപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ലോക ബാങ്കിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് പണം പിൻവലിക്കുക എന്നുള്ളത് മാത്രമല്ല, റഷ്യൻ ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയും വേണം. യൂറോപ്യൻ യൂണിയനിൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. റഷ്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ സാമ്പത്തിക മുന്നേറ്റം ആ രാജ്യത്തിനുണ്ടാവും. നമ്മൾക്കത് വലിയ ഗുണം ചെയ്യും. നിങ്ങൾ നോക്കൂ, അമേരിക്കയുമായി എത്ര വർഷമായി നിങ്ങൾ ബന്ധമുണ്ടാക്കുന്നു? ഒരു ആണവായുധ സംവിധാനത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫോർമുലകൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്കിനി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ നോക്കൂ, ഈ ഇറാനെക്കുറിച്ച്, ഇറാനും റഷ്യയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. പരമാവധി അവരുടെ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടറിയാം? ഇതാണ് ബന്ധം. ആ ബന്ധങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ടാവും. അടുത്തത് പറയുന്നത് സൈനിക പിന്മാറ്റം. എങ്ങനെ സൈനിക പിന്മാറ്റം? അറബ് രാജ്യങ്ങൾ അല്ലെ മുസ്ലിം രാജ്യങ്ങളിൽ നിലവിൽ അമേരിക്കയുടെ സൈനികരുണ്ട്. കുറച്ചെങ്കിലും ഉണ്ട്, ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അത് ഇറാഖിൽ 2500 ഉണ്ട് എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ചില മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറയും. ചില പേരുകളൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആ രാജ്യങ്ങളിൽ നിന്ന് സൈനികരെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുക. 2500 ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 100 സൈനികരോ 200 സൈനികരോ പിരിഞ്ഞു പോകണം എന്ന് ആ രാജ്യത്തിലെ ഭരണാധികാരികൾ അമേരിക്കയോട് പറയുകയും അനുസരിച്ചാലും അനുസരിച്ചിട്ടില്ലെങ്കിലും തങ്ങളിങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പരസ്യപ്പെടുത്തുകയും ചെയ്യുക. പബ്ലിക്കിനോട്, ലോകത്തോട് സംസാരിക്കണം. ഞങ്ങളുടെ രാജ്യത്ത് ഇത്രയും സൈനികർ ഉണ്ട് എന്നതിൻ്റെ കണക്ക് ലിസ്റ്റ് എടുക്കണം. ആ കണക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഘട്ടം ഘട്ടമായ രീതിയിൽ സൈനികരെ പിൻവലിക്കാൻ വേണ്ടി അവരോട് നിങ്ങൾ പറയണം. ആ പറയുന്ന കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. ഇങ്ങനെയാണ് ആ ഭാഗവുമായിട്ട്, സൈനിക പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അഞ്ചാമത്തത് ചെങ്കടൽ കൺട്രോളുമായി ബന്ധപ്പെട്ട് ബഹ്റൈനോട് മാത്രം പറയുന്നതാണ്. അമേരിക്ക ചെങ്കടൽ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പോരുന്നത് ബഹ്റൈൻ്റെ ഭൂമികയിൽ നിന്നാണ്. അവർ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെയാണ്. ഇത് ഘട്ടം ഘട്ടമായ രീതിയിൽ അവിടെ നിന്ന് അവരെ ഒഴിവാക്കണം. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്യണമെന്നുള്ളതല്ല. അവരോട് ഈ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കണം. ഞങ്ങൾക്കിതിന് താല്പര്യമില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു കൺട്രോൾ ഈ രാജ്യത്തിൻ്റെ മേലെ തന്നെ നിങ്ങൾക്കുള്ള തരത്തിലാണ് ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ളത് ബഹ്റൈൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞതാണ്.
ലോകത്തിനത് അറിയാവുന്നതുമാണ്. കുവൈറ്റ് ഇതിന് മുൻപ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കുവൈറ്റ് സ്വാതന്ത്ര്യമായതിനു ശേഷം, ഇറാഖിനെ പരാജയപ്പെടുത്തി കുവൈറ്റ് സ്വാതന്ത്ര്യമായതിനു ശേഷം നല്ലൊരു വിഭാഗം സൈന്യം, അമേരിക്കയുടെ സൈന്യം കുവൈത്തിൽ തുടർന്നിരുന്നു. ആ തുടർച്ചയോടനുബന്ധിച്ചുകൊണ്ട് പിന്നീട് അത് അവർ വലിയൊരു ബാധ്യതയായി, കുവൈറ്റ് സർക്കാരിന് വലിയൊരു ബാധ്യതയായി. അതിന് അവർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ഭരണ സംവിധാനത്തിൽ പോലും അമേരിക്ക ഇടപെടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. അവരെ അങ്ങനെ തീറ്റിപ്പോറ്റി കൊണ്ടുവെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. സംഗതി ഞങ്ങളുടെ വിഷയത്തിൽ അവർ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ സാമ്പത്തികം നൽകിയിട്ടുണ്ട്. വെറുതെ സഹായിച്ചൊന്നുമല്ല, പൈസ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് അവർ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അവർ അതിൻ്റേതായിരിക്കുന്ന പരിധി ഒഴിവാക്കി, അത് പരിധി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് രാജ്യം വിട്ടു പോകേണ്ടതിന് പകരം അവർ സ്ഥിരതാമസം പോലെ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. ഞങ്ങളുടെ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ സംവിധാനത്തിലൊക്കെ അമേരിക്കയുടെ സൈന്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്നുള്ള പരാതി മുമ്പ് കുവൈറ്റ് പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ ഇപ്പോൾ ബഹ്റൈൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു. പിന്നീട് അതൊക്കെ സൈലൻ്റ് ആയിപ്പോയി. കാരണം പബ്ലിക്കിൽ വരുന്ന സമയത്ത് അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പറയുന്നത്, ഇറാൻ്റെ നിർദ്ദേശ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കണിശമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ട് എന്ന് മാത്രമല്ല, ഇറാൻ അവരുടെ നിലപാടുകളെ ധിക്കരിക്കുന്ന രീതിയിലാണെങ്കിൽ അവർ പിന്നെ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറാനുള്ള സാധ്യതയുണ്ടെന്നൊരു പേടിയും അറബ് രാജ്യങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുൻപ് ഈ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേൽ UN സഭയിൽ നടത്തിയ ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്രാജ്യമാക്കി വിപുലീകരിക്കും. അത് വെറും ഫലസ്തീൻ മാത്രമല്ല, അതിൽ ലെബനാനുണ്ട്, സിറിയയുണ്ട്, ഈജിപ്തിൻ്റെ ഭാഗങ്ങളുണ്ട്. അങ്ങനെ പോയി സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് മുൻപ് ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യം കൃത്യമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നു, ഇത് വെറും ഫലസ്തീൻ യുദ്ധമായിട്ട് കാണണ്ട, എല്ലാവരെയും ബാധിക്കുന്നിടത്തേക്ക് ഇസ്രായേൽ ഈ പ്രശ്നം കൊണ്ടെത്തിക്കുമെന്നൊരു മുന്നറിയിപ്പ് മുൻപ് ഇറാൻ നൽകിയിരുന്നു. അപ്പോൾ ഇറാൻ നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ ഭാവിയിൽ അത് കൃത്യമാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ഗൗരവത്തോടു കൂടി തന്നെയാണ് മുസ്ലിം രാജ്യങ്ങൾ എടുത്തത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.